വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ ആശങ്ക പരിഹരിക്കാൻ ഇടപെടലുമായി നജീബ് കാന്തപുരം MLA. കെട്ടിട ഉടമകൾക്കും വ്യാപാരികൾക്കും നഷ്ടപരിഹാരം ഉറപ്പുവരുത്തി മാത്രമേ ജംഗ്ഷൻ നവീകരണം നടപ്പാക്കൂ എന്ന് വ്യാപാര ഭവനിൽ നടന്ന ആദ്യഘട്ട ചർച്ചയിൽ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളെ MLA അറിയിച്ചു. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ ആധുനിക രീതിയിൽ നവീകരിക്കാൻ കിഫ്ബി ഫണ്ടിൽ നിന്നും 57.78 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ജംഗ്ഷൻ വീതി കൂട്ടി നവീകരിക്കുന്നതോടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ജംഗ്ഷൻ നവീകരണം വ്യാപാരികളെ ദ്രോഹിച്ചുകൊണ്ടാവരുതെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ നിലപാടെടുത്തു. നേരത്തെ സ്ഥലം വിട്ടു നൽകിയവർക്ക് ബാക്കിയുള്ള സ്ഥലവും കെട്ടിടങ്ങളും നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഇവിടെ കച്ചവടം നടത്തുന്നവർ വഴിയാധാരമാവുകയും ചെയ്യുമെന്നാണ് വ്യാപാരി നേതാക്കൾ പറയുന്നത്. ഇക്കാര്യത്തിൽ വ്യാപാരികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാണ് നജീബ് കാന്തപുരം MLA മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്തിയത്. വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിച്ചും കെട്ടിട ഉടമകൾക്കും വ്യാപാരികൾക്കും നഷ്ടപരിഹാരം ഉറപ്പുവരുത്തിയും മാത്രമേ പദ്ധതി നടപ്പാക്കൂവെന്ന് MLA മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളെ അറിയിച്ചു. കൂടുതൽ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടാതെ ജംഗ്ഷൻ നവീകരണം നടപ്പാക്കുമ്പോൾ വ്യാപാരികളുടെ സഹകരണമുണ്ടാവണമെന്നും അദ്ദേഹം ചർച്ചയിൽ അറിയിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, സെക്രട്ടറി ഇൻചാർജ് PP സൈതലവി, വൈസ് പ്രസിഡന്റുമാരായ ഷാലിമാർ ഷൗക്കത്ത്, യൂസുഫ് രാമപുരം, ലിയാഖത്ത് അലി ഖാൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ഗഫൂർ വള്ളൂരാൻ, ഷൈജൽ, ഹാരിസ് ഇന്ത്യൻ, വാര്യർ S ദാസ്, ഇലക്ട്രോ റഷീദ്, KP ഉമ്മർ, മർച്ചന്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഖാജ മുഹിദ്ദീൻ, സെക്രട്ടറി കാരയിൽ ഇബ്രാഹിം എന്നിവർ MLAയുമായി നടന്ന ആദ്യഘട്ട ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.